ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ കടുത്ത ഒരു വേനൽക്കാലത്തിന് നമ്മൾ അവധി കൊടുക്കാൻ പോവുകയാണ്. നമ്മളൊരു ഭയങ്കരമായ ഒരു സമ്മർ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമായിരുന്നു ഏറ്റവും വലിയൊരു വേനൽക്കാലം. എല്ലാവർക്കും അതൊരു ഭയങ്കര ദുരിതാനുഭവം എന്ന് തന്നെ പറയാം. എങ്കിലും ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സീസണിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഇടവം തുടങ്ങുകയാണ്. അപ്പോൾ മേടച്ചൂടിൽ നിന്നും ഒരു തണുപ്പിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഇത് ഇടവമാസം, ഇന്ന് 1-ാം തീയതിയാണ്. ഇനി അങ്ങോട്ട് ഇടവപ്പാതിയുടെ സമയമാണ്. അപ്പോൾ നമ്മൾക്ക് കേരളീയർക്കുള്ളൊരു പ്രത്യേകതയാണ്, പലതരം സീസൺസിലൂടെ നമ്മൾ കടന്നു പോകും. മഴക്കാലം 2 മൺസൂണാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു വേനൽ നമ്മൾ നേരിടേണ്ടി വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, മേടമാസത്തിനും ഇടവമാസത്തിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ധാരാളം ഫ്രൂട്ട്സ്, നാടൻ പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന ഒരു സമയമാണിത്. നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ വളരുന്ന, പണ്ട് തൊട്ടേ നമ്മൾക്ക് ഓർമ്മിക്കാൻ ഒരുതരം ഗൃഹാതുരത്വം നമ്മൾക്ക് തരുന്ന കുറേ കാഴ്ചകളുണ്ട്. മാവ്, പ്ലാവ് എന്നൊക്കെ ഇപ്പോൾ എത്രത്തോളം നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതല്ല. സിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന എന്താണ്? മാമ്പഴം തന്നെയാണ്. മാമ്പഴം ഇഷ്ടമില്ലാത്തൊരു മലയാളിയെങ്കിലും ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് മാമ്പഴം. എനിവേ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഭവം ഈ മാമ്പഴക്കാലത്തെ മാമ്പഴം കൊണ്ടുള്ളൊരു വിഭവം തന്നെ ആയിക്കോട്ടെ. ഇതൊരു മധുരമാണ്, ഇതൊരു ഹൽവയാണ്, മാമ്പഴ ഹൽവ. മാമ്പഴം കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാവും? നല്ല സ്വാദായിരിക്കും. എന്തായാലും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത മാമ്പഴത്തിൻ്റെ കുറുകിയ ചാറ് 2 കപ്പ്, കസ്റ്റേർഡ് പൗഡർ 1 കപ്പ്, പഞ്ചസാര 2 കപ്പ്, വെള്ളം 4 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, മാംഗോ എസൻസ് 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, നെയ്യ് 6-7 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ മാങ്ങ ഹൽവ അല്ലെങ്കിൽ മാംഗോ ഹൽവ തയ്യാറാക്കി തുടങ്ങാം. വളരെ എളുപ്പമാണ്. മാങ്ങയുടെ സത്താണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം ചുവട് കട്ടിയുള്ളൊരു പാത്രം. മാങ്ങയുടെ സത്തെന്ന് പറഞ്ഞാൽ ഒരുപാടില്ല. എന്താണ്, മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ പ്യൂറി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കുക. അപ്പോൾ നല്ല കുറുകിയ ചാറ് കിട്ടും. അരിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അത് അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് മാംഗോ പ്യൂറി, മാങ്ങയുടെ സത്ത് ഇങ്ങനെ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല മധുരമുള്ള, നല്ല നിറമുള്ള മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല വരിക്ക മാങ്ങയൊക്കെ ആണെങ്കിലും നന്നായിരിക്കും. എന്തായാലും ഇതിപ്പോൾ 2 കപ്പ് മാങ്ങയുടെ ചാറാണ്, കുറുകിയ ചാറ്. ഇതോടൊപ്പം 2 കപ്പ് പഞ്ചസാര 2 കപ്പ്. ഇനി വേണ്ടത് കസ്റ്റേർഡ് പൗഡർ. കസ്റ്റേർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് പല ഫ്ലേവേഴ്സിലും കിട്ടും. പക്ഷേ നമുക്ക് വാനില ഫ്ലേവർ മതി. കാര്യം സ്ട്രോബെറി ഫ്ലേവറൊക്കെ ആണെങ്കിൽ കളറ് മാറും, പിങ്ക് ആകും. വാനില ഫ്ലേവർ ആകുമ്പോൾ ഒരു യെല്ലോ ടോണാണ്, അപ്പോൾ ഒരു ക്രീമിഷ് കളറാണ്. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് നല്ലൊരു ടെക്സ്ചർ കിട്ടും. നമ്മുടെ ഹൽവയ്ക്ക് ഒരു വ്യത്യസ്തമായ ഒരു ബോഡി കിട്ടും. നന്നായിട്ടൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കോൺഫ്ലവറിലും വേണമെങ്കിൽ ചെയ്യാം. കോൺഫ്ലവർ ചെയ്താലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചെയ്തോളൂ. അപ്പോൾ അതിന് കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. ആ ഒരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഇത് 1 കപ്പ് കസ്റ്റർഡ് പൗഡർ, അതായത് 100 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് കസ്റ്റർഡ് പൗഡർ ചേർക്കണം. ഇനി എന്താ വേണ്ടത്? ഇനി 4 കപ്പ് വെള്ളം. അപ്പോൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം 4 കപ്പ്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മളൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാണ്ട് കസ്റ്റേർഡ് പൗഡർ 1 കപ്പ്, 2 കപ്പ് പഞ്ചസാര, പിന്നെന്താണ് 2 കപ്പ് മാങ്ങയുടെ ചാറ്, കുറുകിയ ചാറ്, 4 കപ്പ് വെള്ളം. ഇത്രയും കാര്യങ്ങളിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ചു. അപ്പോൾ മാങ്ങയുടെ ചാറിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊക്കെ മാങ്ങയുടെ ചെറിയ ചെറിയ പീസസ്, ഇങ്ങനെ ഭയങ്കര ഫൈനായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ കടിക്കാനായിട്ട് ഇച്ചിരി ചെറിയ ചെറിയ പീസസ് കിടന്നാലും നല്ലൊരു സ്വാദായിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്തു. ഇനി ഒരു പാടുമില്ല, ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇപ്പോൾ നമ്മളുടെ ഹൽവ, മാംഗോ ഹൽവ ഇങ്ങനെ ടൈറ്റായി തുടങ്ങി. എത്ര സമയം എടുത്തു? ഹാർഡ്ലി 10 മിനിറ്റ്സ്, 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ കുറുകി ടൈറ്റായി തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു മാക്സിമം നമുക്കൊരു 8-10 ടേബിൾ സ്പൂൺ വരെ ആകാം, ആവശ്യാനുസരണം. ഇപ്പോൾ 1,
ആദ്യം 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു സ്റ്റേജായി മാറും. അതുവരെ ഇങ്ങനെ ഇളക്കണം. അത് അധികം താമസമില്ല, അതും പെട്ടെന്ന് തന്നെ ആകും. വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ്. നെയ്യ് ഇപ്പോഴും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അത് നമ്മൾ അകത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് സമയം കൂടി മതി. നമ്മുടെ ഹൽവ ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമായി വരും. അതാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പ്ലേറ്റിൽ വെച്ച് സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കൂ. ഒരു ഹൽവ പാകമായി വരണം. ഇപ്പോൾ നമ്മളുടെ ഹൽവ വീണ്ടും ഒരു 10 മിനിറ്റ് സമയം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പാകം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴും. ഇങ്ങനെ പാളിയായിട്ട് വീഴുന്നൊരു സ്റ്റേജാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കുക. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കും ലാസ്റ്റ്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഒരുപാട് നെയ്യൊന്നും വേണ്ട. 6 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ധാരാളം. ഇത്ര തന്നെ വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിലും മതി. കാണുന്നുണ്ടല്ലോ പാത്രത്തിൽ കിടന്നിങ്ങനെ ഓടുന്നു നമ്മുടെ ഹൽവ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് കറക്റ്റ് പാകം. നെയ്യും കൂടി ഒഴിച്ച് ലാസ്റ്റ് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി, ഏതാണ്ട് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി. നല്ലൊരു മണം വരട്ടെ, നാടൻ മണം. അപ്പോൾ ആ മാംഗോ ഫ്ലേവർ നന്നായിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്ലേവറിന്, ഇപ്പോൾ മാമ്പഴത്തിന് അത്ര മണമൊന്നും ഇല്ലാത്തൊരു മാമ്പഴമാണെങ്കിൽ ഒരല്പം മാംഗോ എസൻസും വേണമെങ്കിൽ ചേർക്കാം. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മൾ തനി നാടനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മാമ്പഴത്തിൻ്റെ മണം തന്നെ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇച്ചിരി ഒരു മാംഗോ എസൻസ് ചേർക്കുകയാണ്. ഒരല്പം 1/4 ടീസ്പൂൺ. ഒരു ആഡഡ് ഫ്ലേവർ, ഒരു എക്സ്ട്രാ മണത്തിനാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മാംഗോ എസൻസ്. പക്ഷേ യാതൊരു നിർബന്ധവും ഇല്ലാതെ ചേർക്കണമെന്ന്, ഇല്ലാണ്ട് ആ മാമ്പഴത്തിൻ്റെ ഒറിജിനൽ മണം മാത്രം മതി. ഇപ്പോൾ ഇതേ കിടന്ന് ഓടുന്നു നോക്കൂ നമ്മുടെ ഹൽവ. ഇനി ഇത് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക്, ഒരു സ്റ്റീൽ പ്ലേറ്റാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് മാറ്റാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് സെറ്റാവുമെന്ന് വെച്ചാൽ നല്ല ഉറയ്ക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മളുടെ മാംഗോ ഹൽവ മുറിച്ചെടുക്കാം. അപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ മിക്സിംഗ് ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഒരു 20 മിനിറ്റ് സമയം ധാരാളം മതിയാകും. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊന്ന് സെറ്റായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മാംഗോ ഹൽവ ഇവിടെ സെറ്റായി കഴിഞ്ഞു. നന്നായിട്ട് തണുത്തു. ഈ രീതിയിൽ നമുക്ക് കമഴ്ത്തിയിടാം. എന്നിട്ട് ഇഷ്ടത്തിന് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ മാങ്ങ ഹൽവ അഥവാ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞു. എന്തൊരു ഭംഗിയായത് കാണാൻ മാത്രമല്ല സ്വാദിൻ്റെ കാര്യത്തിലും ഒന്നാമൻ തന്നെയായിരിക്കും. ഒരു സാധാരണ ഹൽവ കഴിക്കുന്നതിനെക്കാട്ടുള്ള സ്വാദായിരിക്കും. അതായത് നാച്ചുറലായിട്ടുള്ളൊരു മാങ്ങയുടെ സ്വാദും, പിന്നെന്താ പറയുക, അധികം നെയ്യൊന്നുമില്ല. അങ്ങനെ ഭയങ്കര സോഫ്റ്റ്, വയലറ്റിൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ഏകദേശം ഒരു 1 kg ഓഫ് ഹൽവ കിട്ടും ഈ അളവിൽ നിന്നും. 1 കിലോളം ഉണ്ട്. പീസസ് ആയിട്ട് മുറിച്ചാൽ ഈ അളവിൽ ഒരു 25 നല്ല പീസസ് ആയിട്ട് മുറിക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സീസണൽ ഹൽവയാണിത്, നമ്മളുടെ മാംഗോ ഹൽവ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.